ഹായ്, എല്ലാവരെയും സീന ബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുവത്സര ദിനമായ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും തയ്യാറാക്കാവുന്ന 4 മണി പലഹാരമായ അവൽ വിളയിച്ചതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അവൽ വിളയിക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ഒരു തേങ്ങ തിരുമിയതാണ്. കുറച്ച് കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക പൊടിയല്ല, ഏലക്ക തൊട്ടോടുകൂടി ചതച്ചതാണ്. ഇത് 2 വലിയ ഉണ്ട ശർക്കരയും ഒരു പകുതി ഉണ്ട ശർക്കരയും, അതായത് ടോട്ടൽ 2.5 ഉണ്ട ശർക്കര പൊടിച്ചതാണ്. 400 ഗ്രാം അവൽ, അതായത് ഒരു പാക്കറ്റായിരുന്നു, 400 ഗ്രാം അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. 1.5 ഗ്ലാസ് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. സാധാരണ അവൽ വിളയിക്കുമ്പം ഞാൻ അവൽ നന്നായിട്ട് ചൂടാക്കി എടുക്കാറുണ്ട്. ഈ അവൽ ചൂടാക്കിയിട്ടില്ല. ഇത് നന്നായിട്ട് ഞാൻ വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുത്താണ്. അവൽ വിളയിക്കുമ്പോൾ അവൽ തന്നെ ഇങ്ങനെ നല്ല കട്ടി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഈ കടലപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. വെള്ളം ചൂടാകുകയാണ്. ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടിച്ച ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഉരുകി വന്നിട്ട് ഈ ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചെടുക്കണം. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് അരിച്ചെടുക്കത്തുള്ളൂ. അവൽ വിളയിക്കാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ പാത്രത്തിൽ തന്നെ കടല ഒന്ന് നെയ്യിലേക്ക് വറുത്ത് കോരാൻ പോവുകയാണ്. കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് നെയ്യിൽ വറുത്താൽ മതി. കൂടുതൽ വറുത്ത് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് അങ്ങ് ഹാർഡായി പോകും. കറുത്ത എള്ളോ കശുവണ്ടി പരിപ്പോ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അവൽ വിളയിച്ചതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനൊന്നും ഇടുന്നില്ല, ഈ കടലപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. തയ്യാറാക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചെടുക്കാൻ പോവുകയാണ്. കടലപ്പരിപ്പ് വറുത്ത് കോരിയ ഈ ഉരുളിയിലേക്ക് തന്നെ ഈ പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഈ നമ്മൾ തിരുമ്മി വച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീര മുഴുവനും ഇട്ട് കൊടുക്കും. ഈ ശർക്കര പാനിയിലേക്ക് ഈ തേങ്ങാപ്പീര ആഡ് ചെയ്യാൻ പോവാണ്.
ഇനി ഈ ശർക്കര പാനി കുറച്ചുകൂടെ ഒന്ന് പറ്റി വരണേ. ഇതിലേക്ക് തന്നെ ഈ ചതച്ച് വച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ശർക്കര പാനിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തു. ചെറിയ ചൂടോട് കൂടി ഇരിക്കുന്ന ഈ ശർക്കര പാനിയിലേക്ക് ഇനി അവലിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അവൽ നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ ഒരു സ്പൂണ് നെയ്യോടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ അവൽ ഇളക്കി കൊടുക്കണം. അവലിങ്ങനെ ഇളക്കി ഈ കറുപ്പ് കളറാകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അവൽ. അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണിത്. ഇന്ന് അവലും അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും സീനബൈ പാർവണത്തിൻ്റെ പുതുവത്സരാശംസകൾ. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഈ വരുന്ന 2025. എല്ലാവർക്കും ആയുസ്സോടും ആരോഗ്യത്തോടും ഇരിക്കാൻ കഴിയട്ടെ എന്നും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് അടുത്ത ദിവസം മറ്റൊരു വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.